അപ്പോൾ മെഡിസിനൽ കെമിസ്ട്രിയുടെ യൂണിറ്റ് 1 ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ റിലേഷൻ ടു ബയോളജിക്കൽ ആക്ഷൻ അതിൽ നമ്മൾ അയോണൈസേഷൻ എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജനറലായിട്ട് ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ അയോണൈസേഷൻ, സോലബിലിറ്റി, പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്, ഹൈഡ്രോജൻ ബോണ്ടിങ്, അതൊക്കെ ഒരു അര പേജ് വീതം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്കോ കെമിക്കലാണ്. ഫിസിക്കോ CO ആണ് കേട്ടോ. പലരും ഫിസിയോ കെമിക്കൽ എന്ന് എഴുതി വെക്കുക, തെറ്റാണ്. ഫിസിയോളജി നിങ്ങൾക്കറിയാം, നമ്മുടെ ബോഡിയിലെ ഫങ്ഷനിങ് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഓരോ ഓർഗൻസ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒക്കെ സ്റ്റഡിയാണ്. ഇത് ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും, ഒരു ഡ്രഗ് സബ്സ്റ്റാൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്പ്രോപ്പർട്ടീസും എങ്ങനെയാണ് അതിൻ്റെ ആക്ഷനെ ബാധിക്കുക നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതിൽ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്: അയോണൈസേഷൻ, സോലബിലിറ്റി, പാർട്ടീഷൻ കോഎഫിഷ്യൻറ്റ്, ഒപ്റ്റിക്കൽ റൊട്ടേഷൻ, ഒപ്റ്റിക്കൽ ഐസോമർസ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫിസിക്കോ കെമിക്കൽ എന്ന് തന്നെ എഴുതണം, ഫിസിയോ കെമിക്കൽ എന്ന് എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സോലബിലിറ്റി, അയോണൈസേഷൻ സ്റ്റേറ്റ്, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ 2 മാർക്സിന് ചോദിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾ അതെന്താണെന്ന് എഴുതുക, അതിലൊരു എക്സാമ്പിൾ എന്തെങ്കിലും ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്നതാണെങ്കിൽ ആ സ്ട്രക്ചറൂടെ വരച്ചേക്കുക, അത് മതി. ഓക്കെ, അപ്പോൾ ഫിസിക്കോ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്നാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടീസ് ഓഫ് ഡ്രഗ് സബ്സ്റ്റാൻസ്. ഓക്കെ, അത് അതിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ സ്ട്രക്ചറോ വഴിയാണ് അത് അറൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചാൽ അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചറോ കെമിക്കൽ കോമ്പോസിഷനോ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ റിലേറ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഒരു ഡ്രഗിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും വേറൊരു ഡ്രഗിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ഡിഫറെൻ്റ് ആയിരിക്കും, അതേപോലെ ബോയിലിംഗ് പോയിൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതേപോലെ അതിന് ഓരോ റിസപ്റ്ററായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള അഫിനിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവിടെ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അയോണൈസേഷൻ. അപ്പോൾ അയോണൈസേഷൻ എന്താണെന്ന് നോക്കുക. അയോണൈസേഷൻ എന്ന് സിമ്പിളി പറയുകയാണെങ്കിൽ ഒരു ആറ്റം അല്ലെ മോളിക്യൂൾ. ഓക്കെ, ഒരു ആറ്റം അല്ലെ മോളിക്യൂൾ ഒന്നുകിൽ ഇലക്ട്രോണിനെ നേടുക അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുക. ഇങ്ങനെ ഒരു പ്രതിഭാസം നടക്കുമ്പോൾ അത് ചാർജുള്ള ഒരു ഫോമിലേക്ക് മാറും. ആ ഒരു ഫോമിനെ നമ്മൾ അയോൺസ് എന്ന് പറയും. ഇപ്പോൾ ഒരു ആറ്റം ഇലക്ട്രോണിനെ നേടിയാൽ അതിന് നെഗറ്റീവ് ചാർജാണ്, കാരണം ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ്. അതിന് ഒരു ആറ്റം ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണെങ്കിൽ അതിന് പോസിറ്റീവ് ചാർജ്. ഓക്കെ, അപ്പോൾ അയോണൈസേഷൻ ഈസ് the process in which an atom or molecule gains or loses one or more electrons, resulting in the formation of ion. അപ്പോൾ അയോണൈസേഷൻ നടന്നാൽ അയോണൈസേഷൻ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് കാറ്റയോൺ. കാറ്റയോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജഡ് അയോൺ ആണ്. അതേപോലെ ആനയോൺ എന്ന് വെച്ചാൽ നെഗറ്റീവ്ലി ചാർജഡ് അയോൺ ആണ്. ഓക്കെ, അപ്പോൾ അയോണൈസേഷൻ നടക്കുമ്പോൾ ഒന്നെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ അതിന് പോസിറ്റീവ് ചാർജോ ഇലക്ട്രോൺ നേടി നെഗറ്റീവ് ചാർജോ. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അയോണൈസേഷൻ. അപ്പോൾ അയോണൈസേഷൻ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടർ 2 ഫാക്ടർ ഇവിടെ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ ചാർജ്. നമുക്കറിയാം ന്യൂക്ലിയസിൽ എന്തൊക്കെയാണ്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്. അതിൽ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. അതിന് ചുറ്റും ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. ആ സ്ട്രക്ചർ നിങ്ങളെ മൈൻഡിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ആ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇലക്ട്രോണിനെ പെട്ടെന്ന് അങ്ങ് വിട്ടുകൊടുക്കില്ല. അപ്പോൾ അത് പെട്ടെന്ന് അയോണൈസേഷൻ നടക്കില്ല. ഇപ്പോൾ ന്യൂക്ലിയർ ചാർജ് കൂടിയാൽ അയോണൈസേഷൻ പെട്ടെന്ന് നടക്കില്ല. ഇനി രണ്ടാമത്താണ് ആറ്റോമിക് റേഡിയസ്. നമുക്കറിയാം ആറ്റോമിക് റേഡിയസ് കൂടിയ മോളിക്യൂൾസ് ഉണ്ട്, കുറഞ്ഞ മോളിക്യൂൾസ് ഉണ്ട്. ഇപ്പോൾ കൂടിയ മോളിക്യൂൾസ് ആണെങ്കിൽ അതിൽ ഇലക്ട്രോൺസ് ഒക്കെ അങ്ങ് ഫാർ എവേ ആയിട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടാവും. കുറേ ആൾക്കാർ അതിൻ്റെ ന്യൂക്ലിയസിന് അടുത്തായിട്ടുണ്ടാവും. അപ്പോൾ ദൂരെയായിട്ട് ന്യൂക്ലിയസ് നിന്ന് വളരെ അകലെയുള്ള ആ ഇലക്ട്രോൺസ് ഒക്കെ പെട്ടെന്ന് അതിന് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതിന് അധികം സ്ട്രോങ് ആയിട്ട് ന്യൂക്ലിയസ് ആയിട്ട് അട്രാക്ഷൻ ഫോഴ്സ് അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ആറ്റോമിക് റേഡിയസ് ലാർജർ കൂടിയാൽ പെട്ടെന്ന് അയോണൈസേഷൻ നടക്കും. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് ഇതിൽ എഴുതാം. 2 മാർക്കിന് ചോദിക്കുമ്പോൾ ഈ ഒരു ഡെഫിനേഷനും ഈ ഒരു കാര്യങ്ങൾ എഴുതാം. പിന്നെ എക്സാമ്പിൾ കിട്ടുകയാണെങ്കിൽ അതും എഴുതാം. ഇനി നമുക്ക് എഫക്റ്റ് ഓഫ് pH ഓൺ അയോണൈസേഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം മെജോറിറ്റി ഓഫ് ഡ്രഗ്സ് ആർ ഐദർ വീക്ക്ലി ആസിഡിക് ഓർ വീക്ക്ലി ബേസിക്. അത് നമ്മളെപ്പോഴും പറയുന്ന സെൻറ്റൻസ് ആണ്. കൂടുതൽ ഡ്രഗ്സ് ഒന്നുകിൽ വീക്ക് ആസിഡ് ആയിരിക്കും അല്ലെങ്കിൽ വീക്ക് ബേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഓർമ്മിക്കുക, എപ്പോഴും ഒരു ആസിഡും ബേസും തമ്മിൽ റിയാക്ട് ചെയ്യുക അല്ലേ. ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സാൾട്ട് ഫോം ചെയ്യും. ആസിഡായിട്ട് റിയാക്ട് ചെയ്യില്ല, ബേസായിട്ട് റിയാക്ട് ചെയ്യില്ല. അതാദ്യം മൈൻഡിൽ വെക്കുക. അപ്പോൾ വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് pHൽ അൺഅയോണൈസ്ഡ് ഫോം ആയിരിക്കും ഉണ്ടാവുക, അയോണൈസ് ചെയ്യാതിരിക്കും. അപ്പോൾ ഒരു ഡ്രഗിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് നടക്കുക, അത് അൺഅയോണൈസ്ഡ് ഫോമില്ല. അയോൺസായി മാറിയാൽ അത് നമ്മുടെ ബോഡിയിലുള്ള മെംബ്രെയിനിൽ കൂടെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകില്ല, അതിന് പറ്റൂല. അവിടെ ചാർജ് ഇല്ലാകുമ്പോൾ റിപ്പൾഷനൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും. പക്ഷേ അൺഅയോണൈസ്ഡ് ഫോം ആണെങ്കിൽ അത് മോർ ലിപ്പോഫിലിക് സ്റ്റേറ്റിലാണ്ടാവും, പെട്ടെന്ന് പാസ് ചെയ്തു പോകും. വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് ആസിഡിക് മീഡിയത്തിലാണ് അൺഅയോണൈസ്ഡ് ആയിരിക്കും. അപ്പോൾ ആസിഡിക് മീഡിയം എവിടെയാണ്? ആസിഡിക് pH നമ്മളെ സ്റ്റൊമക്കിൽ. ഓക്കെ, അപ്പോൾ സ്റ്റൊമക്കിലാണ് വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് കൂടുതലായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നത്,
വീക്ക്ലി ആസിഡിക് ഡ്രഗ്സ് സ്റ്റൊമക്കിൽ നല്ലോണം അബ്സോർപ്ഷൻ നടക്കും. ഇനി വീക്ക്ലി ബേസിക് ഡ്രഗ്സ് ഇതേപോലെ നമുക്ക് ഇൻഡസ്റ്റൈനിൽ ബേസിക് പി എച്ച് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ വീക്ക്ലി ബേസിക് ഡ്രഗ്സ് ബേസിക് പി എച്ചിലാണ് അൺഅയോണൈസ്ഡ് ഫോമിൽ ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അബ്സോർപ്ഷൻ നടക്കും. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് അബ്സോർപ്ഷൻ നടക്കുക. അപ്പോൾ വീക്ക്ലി ആസിഡിക് ഡ്രഗ്സിന് എക്സാമ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം പാരസെറ്റമോൾ. അതിലൊരു COH ഗ്രൂപ്പില്ലേ, ഓക്കെ, അതായത് അത് ആസിഡിൻ്റെ ഇതാണ്. പിന്നെ അതുപോലെ വീക്ക്ലി ബേസിക് ഡ്രഗിന് എക്സാമ്പിളാണ് മോർഫിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീക്ക്ലി ആസിഡിക് ഡ്രഗിന് എക്സാമ്പിൾ പാരസെറ്റമോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ കൂടെ വരച്ചേക്കണം ആൻസർ ഷീറ്റിൽ. കാരണം പാരസെറ്റമോളിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ NSAID പഠിക്കുന്നതാണ്. ഇനി വീക്ക്ലി ബേസിക് ഡ്രഗ്സ് നിങ്ങൾ മോർഫിൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പം മോർഫിൻ്റെ സ്ട്രക്ചർ വരക്കണം. നിങ്ങൾ നാർക്കോട്ടിക് ഏജൻസിൽ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ്. ആ സ്ട്രക്ചർ മാക്സിമം നിങ്ങൾ എവിടെയൊക്കെ വരക്കാൻ പറ്റും അവിടെയൊക്കെ വരക്കുക. പിന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എല്ലാവർക്കും അറിയാം. ബ്ലഡ് ബ്രെയിൻ ബാരിയർ നമ്മളെ ബ്രെയിനിലുള്ള പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ബാരിയറാണ്. അപ്പോൾ ഈ ഒരു വീക്ക്ലി അവിടെ ഈ ലിപ്പിഡ് സൊല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് അൺഅയോണൈസ്ഡ് ഫോമിലുള്ള സബ്സ്റ്റൻസ്, ഓക്കെ, അയോണൈസ് ചെയ്യാത്ത അൺഅയോണൈസ്ഡ് ഫോമിലുള്ള ഡ്രഗ് സബ്സ്റ്റൻസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഈസി ആയിട്ട് ക്രോസ് ചെയ്തു. അത് ഓർമ്മിക്കുക. നമ്മൾ ജനറൽ അനസ്തെറ്റിക്സ് പിന്നെ സിലാക്റ്റിൻ ആൻറ്റി സൈക്കോട്ടിക് ഏജൻറ്റ് ഇതൊക്കെ അങ്ങനെ ക്രോസ് ചെയ്തു. ഇനി അടുത്ത PK എന്ന് വെച്ചാൽ ആക്ച്വലി എന്താ, അതൊരു pH ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ pH അറ്റ് വിച്ച് ദ അയോണൈസ്ഡ് ആൻഡ് അൺഅയോണൈസ്ഡ് ഫോംസ് എക്സിസ്റ്റ് ഇൻ ഈക്വൽ കോൺസെൻട്രേഷൻ. PK ഫോർ എക്സാമ്പിൾ പാരസെറ്റമോളിലെ PK 2 വിചാരിക്കാം. എക്സാക്റ്റ് വാല്യൂ അതല്ല, എക്സാമ്പിൾ പറയണം. അപ്പോൾ ആ ഒരു pHൽ പാരസെറ്റമോളിൻ്റെ 50% മോളിക്യൂൾ അയോണൈസ്ഡ് ഫോമിലുണ്ടാവും, 50% മോളിക്യൂൾസ് അൺഅയോണൈസ്ഡ് ഫോമിലുണ്ടാവും. അപ്പോൾ ആ ഒരു pHനെ നമ്മൾ PK എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. pH is equal to PK plus log ionized divided by ionized concentration of ionized drug divided by concentration of unionized drug. The Henderson-Hasselbalch equation for acid ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എളുപ്പം ഓർമ്മിക്കാൻ നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. ഓക്കെ, അപ്പോൾ A ഇവിടെ ഡിനോട്ട് ചെയ്യുന്ന ആസിഡാണ്, I ഡിനോട്ട് ചെയ്യുന്ന അയോണൈസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അയോണൈസ്ഡ് ന്യൂമറേറ്ററിൽ വരുന്നത് ആസിഡിക് ഡ്രഗ്സിന്. അപ്പോൾ pH is equal to PK plus log ionized divided by unionized. ബേസിക് ആണെങ്കിൽ ആ ഒരു ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഓപ്പോസിറ്റ് ആവും. ഇത് പലരോടും മാറിപ്പോകുന്ന ഇവിടെയാണ്. ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് 3 ടേം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. പക്ഷേ ഇവിടെ ഏതാണെന്ന് ഡൗട്ട് വരും. അപ്പോൾ ആസിഡിക്കിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI. ഓക്കെ, അയോണൈസ്ഡ് ആണ് ന്യൂമറേറ്റർ മുകളിലേക്ക് വരും. അത് ക്ലിയർ ആയല്ലോ? അതൊക്കെ. ഇനി ഈ PK ആക്ച്വലി എന്താ, PK എന്ന് വെച്ചാൽ -log K ആണ്. നമ്മൾ pH എന്താ -log H+ അല്ല, അതേപോലെ. അപ്പോൾ ഇവിടെ ഒരു H എന്നുള്ളൊരു ആസിഡ്, അത് ഡിസോസിയേറ്റ് ചെയ്തിട്ട് H+ഉം A- ആയിട്ട് അയോണൈസ് ചെയ്ത്. ഓക്കെ, അയോണൈസേഷൻ അതൊക്കെ ഡിസോസിയേഷൻ. ഓക്കെ, ഇപ്പോൾ ഈ K എന്ന് വെച്ചാൽ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് അല്ല അയോണൈസേഷൻ കോൺസ്റ്റൻ്റ് നമുക്ക് പറയാം. അപ്പോൾ സ്ട്രോങ് ആസിഡിന് K വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ K എങ്ങനെ കാണുക, ലോ ഓഫ് മാസ് ആക്ഷൻ പ്രകാരം കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ്. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റിൻ്റെ അതിൻ്റെ പ്രോഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, H+ ഇൻറ്റു A- ഡിവൈഡ് ബൈ H. അപ്പോൾ K വാല്യൂ സ്ട്രോങ് ആസിഡിന് K വാല്യൂ കൂടുതലാണ്. അപ്പോൾ -log K എന്ന് പറയുമ്പോൾ K വാല്യൂ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ലോഗ് എടുക്കുമ്പോൾ അത് ഭയങ്കര ചെറുതാവും. അപ്പോൾ Kയും PKയും ഓപ്പോസിറ്റാണ്. K കൂടുക എന്ന് പറഞ്ഞാൽ PK കുറയാന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ആസിഡിന് K വാല്യൂ കൂടുതലാണ്, അപ്പോൾ PK വാല്യൂ കുറവായിരിക്കും. നിങ്ങൾ ഇത് മാത്രം പഠിക്കുക. സ്ട്രോങ് ആസിഡിന് ലോ PK വാല്യൂ ആണ്, ബാക്കിയുള്ള എല്ലാത്തിനും ഇത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ വീക്ക് ആസിഡിന് ഹൈ PK വാല്യൂ, ബേസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. സ്ട്രോങ് ബേസിന് ഹൈ PK വാല്യൂ ആയിരിക്കും, വീക്ക് ബേസിന് ലോ PK വാല്യൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ള. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക.